ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചാരണം ഉച്ചസ്ഥായിയിൽ. ഒന്നാംഘട്ട പരസ്യ പ്രചാരണം വൈകിട്ട് 6-ന് അവസാനിക്കും. കൊട്ടിക്കലാശം ഒഴിവാക്കാൻ നിർദ്ദേശം. ആദ്യഘട്ടത്തിൽ 5 ജില്ലകളിലേക്കായുള്ള വോട്ടെടുപ്പ് മറ്റന്നാൾ. വോട്ടെടുപ്പ് കോവിഡ് മാനദണ്ഡം പാലിച്ച്. കോവിഡ് ബാധിതർക്കും വോട്ട് ചെയ്യാൻ സൌകര്യം. രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് ഉയരുന്നു. സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത് 61,000-ലധികം പേർ. രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ വർധന. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെയും മുംബൈ സിറ്റി ഒഡീഷ FCയെയും നേരിടും. ഇന്ത്യ-ഓസ്ട്രേലിയ 2020യിലെ രണ്ടാം മത്സരം ഉച്ചയ്ക്ക് സിഡ്നിയിൽ. വാർത്തകൾ വിശദമായി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആദ്യഘട്ടത്തിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി എന്നീ ജില്ലകളിൽ മറ്റന്നാളാണ് വോട്ടെടുപ്പ്. 5 ജില്ലകളിലായി ആകെ 88,26,620 വോട്ടർമാരാണുള്ളത്. 24,584 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. അതേസമയം പ്രചാരണ സമാപനത്തോടനുബന്ധിച്ച് നടത്താറുള്ള കൊട്ടിക്കലാശം നിർബന്ധമായും ഒഴിവാക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രചാരണത്തിന്റെ ഭാഗമായുള്ള റോഡ് ഷോയ്ക്കും വാഹന റാലിക്കും പരമാവധി 3 വാഹനങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ. പോളിംഗ് ബൂത്തിന്റെ പരിസരങ്ങളിലെ പ്രചാരണ സാമഗ്രികൾ ഇന്ന് വൈകിട്ട് 5-ന് മുൻപ് നീക്കം ചെയ്യണം. തെരഞ്ഞെടുപ്പിന്റെ 2ഉം 3ഉം ഘട്ടങ്ങൾ 10, 14 തീയതികളിൽ നടക്കും. 16-നാണ് വോട്ടെണ്ണൽ. തിരുവനന്തപുരം ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ജില്ലയിലെ 1,727 തദ്ദേശ സ്ഥാപന വാർഡുകളിലായി 6,645 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ആകെ 28 ലക്ഷത്തോളം സമ്മതിദായകരാണുള്ളത്. 3,281 പോളിംഗ് സ്റ്റേഷനുകളിലായാണ് വോട്ടെടുപ്പ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആകെ 8,02,799 വോട്ടർമാരുണ്ട്. മുനിസിപ്പാലിറ്റികളിൽ നെയ്യാറ്റിൻകര 64,475-ഉം നെടുമങ്ങാട് 55,966-ഉം ആറ്റിങ്ങൽ 32,658-ഉം വർക്കലയിൽ 32,985-ഉം വോട്ടർമാരുണ്ട്. വോട്ടെടുപ്പിന് കർശനമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നവ്ജ്യോത് സിംഗ് ഖോസ പറഞ്ഞു. പ്രത്യക്ഷ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കൊല്ലം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ആവേശം പാരമ്യതയിലാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. പ്രചാരണം അവസാന മണിക്കൂറുകളിലേക്ക് എത്തവേ ആരോപണ പ്രത്യാരോപണങ്ങൾ കുറയുകയും പകരം വോട്ട് ചെയ്യണമെന്ന അഭ്യർത്ഥനയാണ് ജില്ലയിലെ തെരുവുകളിൽ മുഴങ്ങുന്നത്. വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന അഭ്യർത്ഥനയുമായി എല്ലാ മുന്നണികളുടെയും അനൗൺസ്മെന്റ് വാഹനങ്ങൾ വിശ്രമമില്ലാതെ ഓടുന്ന കാഴ്ചയ്ക്ക് ജില്ലയിൽ ഗ്രാമനഗര ഭേദമില്ല. വീടുകളിലെത്തി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് ചെയ്യണമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഓട്ടപ്രദക്ഷിണത്തിലാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. ചുഴലിക്കാറ്റിന്റെ ആശങ്കകൾ മാറി തെളിഞ്ഞ അന്തരീക്ഷം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉത്സാഹം പകരുന്ന കാഴ്ചയാണ് കൊല്ലം ജില്ലയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രോഗബാധിതർ, ഭിന്നശേഷിക്കാർ, 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ എന്നിവർക്ക് ക്യൂ നിൽക്കാതെ വോട്ട് ചെയ്യാമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. ഇതിന് പോളിംഗ് ബൂത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർമാർ സൌകര്യമൊരുക്കണം. ഇത്തരം വോട്ടർമാർക്ക് വിശ്രമം ആവശ്യമെങ്കിൽ കസേരയോ ബെഞ്ചോ സജ്ജമാക്കണം. ഇവർ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ ഉറപ്പാക്കണം. ആലപ്പുഴയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള 1,565 സീറ്റുകളിലേക്കായി 5,330 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. ബൂത്ത് അടിസ്ഥാനത്തിൽ സ്ക്വാഡുകളുടെ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുവരുന്നത്. ശബ്ദപ്രചാരണത്തിന് ഇന്ന് സമാപനമാകുമ്പോൾ കൊട്ടിക്കലാശം ഒഴിവാക്കാൻ 3 മുന്നണികളും അണികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജംഗ്ഷനുകൾ കേന്ദ്രീകരിച്ച് പ്രചാരണം അവസാനിപ്പിക്കുന്ന ആൾക്കൂട്ട ആഘോഷങ്ങൾ ഉണ്ടാകില്ല. പകരം റോഡ് ഷോകളാണ് 3 മുന്നണികളും ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കണ്ണെത്താവുന്ന ദൂരത്തെല്ലാം സ്ഥാനാർത്ഥികളുടെ കൂറ്റൻ ഫ്ലക്സുകളും കൊടിതോരണങ്ങളും സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ഇതിനിടയിൽ മുന്നണി നേതാക്കൾ പ്രാഥമിക കണക്കെടുപ്പും തുടങ്ങി. ആലപ്പുഴയിൽ വിജയപ്രതീക്ഷയിലാണ് 3 മുന്നണികളും. പത്തനംതിട്ട ജില്ലയിലെ തദ്ദേശ പൊതുതെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ പൂർണ്ണമായി. കാൻഡിഡേറ്റ് സെറ്റിംഗ് ഇന്നലെ പൂർത്തിയായി. ആകെ 1,459 പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിലുള്ളത്. വോട്ടർമാർ 10,78,599. 3,698 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. വിശദാംശങ്ങളുമായി ബിജി വർഗീസ്. തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കാനിരിക്കെ വോട്ടുറപ്പിക്കാൻ സ്ഥാനാർത്ഥികളും മുന്നണികളും ഒരുപോലെ രംഗത്തുണ്ട്.
പ്രചാരണത്തിന്റെ അവസാന ദിനം എത്തിയതോടെ ജില്ലയിലെ നിരത്തുകൾ അനൗൺസ്മെന്റ് വാഹനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. തങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ ചിഹ്നങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ പതിപ്പിച്ച് വോട്ട് ഉറപ്പിക്കുന്ന ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണി പ്രവർത്തകരും. ഇതിനു പുറമെ അവസാനവട്ട വോട്ടഭ്യർത്ഥന നടത്തുന്നതിനും വോട്ടർമാർക്കുള്ള സ്ലിപ്പ് വിതരണം ചെയ്യുന്നതിനും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഇന്ന് അവസാനവട്ട ഭവന സന്ദർശനവും നടത്തുന്ന തിരക്കിലാണ്. കോവിഡ് ബാധിതരുടെ എണ്ണം കൂടുവാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ പരസ്യപ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ പാർട്ടി പ്രവർത്തകരും സ്ഥാനാർത്ഥികളും പ്രചാരകരും കൂട്ടം കൂടുന്നത് ഒഴിവാക്കണമെന്നും സാമൂഹിക അകലം പാലിക്കണമെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ശ്രീ PB നൂഹ് അഭ്യർത്ഥിച്ചു. മലയോര ജില്ലയായ ഇടുക്കിയിൽ 3213 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ. വാഹന റാലികളും കണ്ണഞ്ചിപ്പിക്കുന്ന കൊടിതോരണങ്ങളും വാദ്യമേളങ്ങളുമില്ലാതെ 3 ആഴ്ച നീണ്ട പ്രചാരണ കാലത്തിന് ഇന്ന് ഇടുക്കിയിൽ കൊടിയിറങ്ങുകയാണ്. ഇടുക്കി ജില്ലാ പഞ്ചായത്തും 2 നഗരസഭകളും 8 ബ്ലോക്ക് പഞ്ചായത്തുകളും 52 ഗ്രാമപഞ്ചായത്തുകളുമുള്ള ജില്ലയിൽ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ അനൗൺസ്മെന്റ് വാഹനങ്ങൾ പ്രചാരണം കൊഴിപ്പിക്കാൻ രംഗത്തുണ്ട്. കോവിഡ് പശ്ചാത്തലത്തിൽ കൊട്ടിക്കലാശത്തിന്റെ ആരവമില്ലാതെയാണ് ഇത്തവണ പരസ്യ പ്രചാരണത്തിന് തിരശ്ശീല വീഴുന്നത്. ഭവന സന്ദർശനത്തിനും കുടുംബയോഗങ്ങൾക്ക് മുൻതൂക്കം നൽകിയുള്ള പരിപാടികളാണ് ജില്ലാ ആസ്ഥാന മേഖലയിൽ 3 മുന്നണികളും നടപ്പിലാക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075ലും ദിശയുടെ 1056ലും ബന്ധപ്പെടാം. പോളിംഗ് സ്റ്റേഷനുകളിൽ കോവിഡ് പ്രതിരോധത്തിന് ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന പോളിംഗ് ബൂത്തുകൾ നാളെ അണുവിമുക്തമാക്കും. ഇരിപ്പിടങ്ങൾ അകലം പാലിച്ച് ക്രമീകരിക്കും. പോളിംഗ് സ്റ്റേഷനിലേക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് സുരക്ഷാ ഉപകരണങ്ങൾ നൽകും. പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും സാനിറ്റൈസർ നിർബന്ധമായി ഉപയോഗിക്കണം. കോവിഡ് ബാധിതർക്കും ക്വാറന്റൈനിലുള്ളവർക്കും ഏർപ്പെടുത്തിയ സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റുകൾ തപാലിലൂടെയും അയച്ചു നൽകും. ചില സ്ഥലങ്ങളിൽ വോട്ടർമാരെ നേരിട്ട് കണ്ട് ബാലറ്റ് നൽകുന്നതിന് അസൌകര്യങ്ങൾ നേരിട്ടതിനെ തുടർന്നാണ് നടപടി. ബാലറ്റിനായി വരണാധികാരിക്ക് അപേക്ഷ നൽകണം. വോട്ട് രേഖപ്പെടുത്തിയ പോസ്റ്റൽ ബാലറ്റ് വോട്ടെണ്ണലിന് മുൻപ് ലഭിക്കത്തക്ക വിധം ബന്ധപ്പെട്ട വരണാധികാരിക്ക് തപാൽ മാർഗമോ ആൾവശമോ എത്തിക്കാം. നാളെ ഉച്ചകഴിഞ്ഞ് 3 വരെ കോവിഡ് സ്ഥിരീകരിക്കുകയോ ക്വാറന്റൈനിലാവുകയോ ചെയ്യുന്നവർക്ക് തപാൽ വോട്ടിന് സൌകര്യമുണ്ട്. ഇതിനുശേഷം കോവിഡ് ബാധിതരാകുന്നവർക്ക് സർക്കാർ ഡോക്ടർ നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റുമായി PPE കിറ്റ് ധരിച്ച് സാധാരണ വോട്ടർമാരുടെ ഊഴത്തിനു ശേഷം വോട്ട് ചെയ്യാം. ഈ സമയം പോളിംഗ് ഉദ്യോഗസ്ഥരും ഏജന്റുമാരും PPE കിറ്റ് ധരിക്കണം. സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത് 61,000-ലധികം പേർ. 5,67,000-ലധികം പേർ ഇതിനകം രോഗമുക്തി നേടി. ഇന്നലെ മാത്രം 5,820 പേർ രോഗമുക്തി നേടി. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 94.37% ഉയർന്നു. 91 ലക്ഷത്തിലധികം പേർ ഇതിനകം രോഗമുക്തി നേടി. നിലവിൽ 4 ലക്ഷത്തോളം പേരാണ് ചികിത്സയിലുള്ളത്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 6,68,00,000 കവിഞ്ഞു. 15 ലക്ഷത്തിലധികം പേർ ഇതുവരെ കോവിഡ് ബാധിച്ചു മരിച്ചു. 1,90,00,000-ലധികം പേർ നിലവിൽ ചികിത്സയിലുണ്ട്. രാജ്യത്ത് ഇന്ധനവിലയിൽ വർധന. പെട്രോൾ ലിറ്ററിന് 27 പൈസയും ഡീസലിന് 31 പൈസയുമാണ് വർദ്ധിച്ചത്. പെട്രോളിന് 2 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 5-ന് മുംബൈ സിറ്റി ഒഡീഷ FCയെയും രാത്രി 7:30-ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെയും നേരിടും. ഇന്നലെ നടന്ന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തി. ഇന്ത്യ ഓസ്ട്രേലിയ T20 പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് സിഡ്നിയിൽ നടക്കും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:40-നാവും മത്സരം ആരംഭിക്കുക. കഴിഞ്ഞ ദിവസം നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയം നേടിയിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വീണ്ടും നിയന്ത്രണം. ഇന്ന് മുതൽ ഭക്തർക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശനമില്ല. 2000 പേർക്ക് ഓൺലൈനിലൂടെ ദർശനത്തിന് ബുക്ക് ചെയ്യാനാകും. ക്ഷേത്രത്തിലെ സ്ഥിരം ജീവനക്കാരടക്കം ചിലർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് തീരുമാനം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചാരണം ഉച്ചസ്ഥായിയിൽ. 1ാം ഘട്ട പരസ്യ പ്രചാരണം വൈകിട്ട് 6-ന് അവസാനിക്കും. കൊട്ടിക്കലാശം ഒഴിവാക്കാൻ നിർദ്ദേശം. ആദ്യഘട്ടത്തിൽ 5 ജില്ലകളിലേക്കായുള്ള വോട്ടെടുപ്പ് മറ്റന്നാൾ. വോട്ടെടുപ്പ് കോവിഡ് മാനദണ്ഡം പാലിച്ച്. കോവിഡ് ബാധിതർക്കും വോട്ട് ചെയ്യാൻ സൌകര്യം. രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് ഉയരുന്നു. സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത് 61,000-ലധികം പേർ. രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ വർധന. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെയും മുംബൈ സിറ്റി ഒഡീഷ FCയെയും നേരിടും. ഇന്ത്യ ഓസ്ട്രേലിയ T20യിലെ 2ാം മത്സരം ഉച്ചയ്ക്ക് സിഡ്നിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
ഞങ്ങളുടെ വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. വാർത്തകൾ ഇനി 12:50.